അങ്ങനെ തിരുവോണം എത്തി. തിരുവോണം വരുമ്പോൾ മഹാബലിയുടെ വരും. മഹാബലി വരുമ്പോൾ ഒരു പുല്ല് പോലും ഇവിടെ കാണില്ല. അതാണ് എൻ്റെ പരിപാടി. മുറ്റം എല്ലാം ക്ലീനായിരിക്കും. സാധനങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും മഹാബലി വരുമ്പോൾ ഓണം ആഘോഷിക്കാതിരുന്നാലേ അതൊരു ബുദ്ധിമുട്ടാണ്. മഹാബലിക്ക് ബുദ്ധിമുട്ട്. അടുത്ത പ്രാവശ്യം മഹാബലി പിന്നെ വരില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ അത്തത്തിൻ്റെ ഇന്നത്ര 6ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? അത്തം അങ്ങനെ 4ാമത്തെ ദിവസമായപ്പോൾ ഇന്നത്തോടെ അങ്ങ് തീരും അല്ലേ? പണ്ടത്തെ പോലെ വയസ്സായിരുന്നു. എന്നാലും വെട്ടും കളയലും വേണം, ശരീരവും. ഓക്കെ, നട്ട ഇങ്ങനെ പൊടിക്കില്ല അല്ലേ? തന്നെത്താനെ പൊടിച്ചതാണ്. ഇതാണ് കൃഷ്ണ തുളസി. അതുപോലെ തന്നെ നമ്മുടെ മുല്ല. മുറ്റത്തു ഞാനൊരു മുല്ല നട്ടു, മുല്ലയ്ക്കു ഞാനൊരു പന്തലിട്ടു, മുല്ല വളർന്നു പടർന്നു കയറി, മുല്ലപ്പൂമൊട്ടുകൾ കാറ്റിലാടി, മുല്ലപ്പൂമൊട്ടുകൾ കാറ്റിലാടി. അത്തമണത്തമണദിനത്തിൽ അത്തലിഞ്ഞാലയം വിട്ടു പോണം, 10 നാളേവർക്കും ചിത്തതാരിൽ മുത്തണിക്കുന്നോരോണമെത്തി, മുത്തമണയ്ക്കുന്നോരോണമെത്തി. മുക്കുറ്റി മന്ദാരം ചെങ്കുറിഞ്ചി മറ്റു പലതരം പുഷ്പജാലം പച്ചിലക്കുമ്പിളിൽ ആക്കി, പിന്നെ കൊച്ചു വിളക്കും കൊളുത്തി മുന്നിൽ, കൊച്ചു വിളക്കും കൊളുത്തി മുന്നിൽ. പണ്ട് അത്തം വരുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ പൂ പറിക്കാൻ പോകും. മത്സരിച്ചുള്ള പൂ പറിക്കാം. തോട്ടിൻ്റെ പരമ്പിന് നല്ല ചെറിയ ചെറിയ പൂക്കളുണ്ടാവും. ആ പൂവെല്ലാം പറിച്ച് നല്ല അത്തം ഇടും. അച്ഛൻ ഓണത്തിന് 2 ദിവസം മുമ്പേ വരുള്ളൂ. അത്തത്തിന് അച്ഛൻ വന്ന് അത്തക്കളൊക്കെ ഇട്ട് എന്നിട്ട് പോകും. പോയാൽ പിന്നെ അച്ഛൻ ഓണത്തിന് 2 ദിവസം മുമ്പേ വരും. അതിനിടയ്ക്ക് ഊഞ്ഞാലും കെട്ടിയിട്ടാണ് അച്ഛൻ ഓണം. അച്ഛൻ വരുമ്പോഴാണ് ഓണക്കോടി ഉണ്ടാകുന്നത്. ആ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നൊരു കാലം അതൊരു വല്ലാത്ത കാലം തന്നെ. ഇനി അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അതെനിക്ക് ബാക്കി കൊടുത്തിട്ടേ. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ ഓക്കെ.
ഇനി ഇത്രയും കൂടെ ആകുമ്പം എൻ്റെ കൈ കൊണ്ട് പറിക്കാനേ ഉള്ളൂ. നീറ്റായില്ലേ? ഓക്കെ, ഇനി വെയിൽ മാറിയിട്ട് ഇതെല്ലാം വന്ന് തൂത്തുവാരി ക്ലീനാക്കാം. ഓക്കെ.